ഹലോ മൈ ഡിയർ ലെവൻത്തീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ 11th ഫിസിക്സിലെ ഡിലീറ്റഡ് പോർഷൻസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽസിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഫിസിക്സിന്റെ ഡിലീറ്റഡ് പോർഷൻസും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിസ്ട്രിയിലെ ക്ലാസ് 11th ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, ടേം വൈസിൽ ഏതൊക്കെ ലെസൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ പ്രാക്ടിക്കൽസിന്റെ അസസ്മെന്റ് ടേം വൈസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയാനാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 11th ഫസ്റ്റ് ടേമിൽ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അത് 35 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എക്സാം എഴുതാനുള്ള ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ പ്രതീക്ഷ കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് ആ 7 ചാപ്റ്റേഴ്സ്, അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് നേച്ചർ ഓഫ് മാറ്റർ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അതുപോലെ കൺസെപ്റ്റ്സ് ഓഫ് എലമെന്റ്സ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇത്രയും ടോപ്പിക്സ് ആണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ഈ ചാപ്റ്റർ നമ്പേഴ്സ് എല്ലാം ഞാൻ സീരിയൽ നമ്പർ ആണ് എഴുതിയിരിക്കുന്നത്, കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ നമ്പറിന്റെ ഓർഡർ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ടേം 1 ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിനകത്ത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അറ്റോമിക് നമ്പർ, ഐസോടോപ്സ് ആൻഡ് ഐസോബാർസ്, തോംസൺസ് മോഡൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, റൂദർഫോർഡ് മോഡൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്താത്ത, ഞാനിപ്പോ ഡിലീറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ഇനി പഠിക്കേണ്ടാത്ത ടോപ്പിക്സിനെ കുറിച്ചാണ് വീഡിയോയിലൂടെ കൂടുതലായിട്ടും പറയുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഈ ഒരു പോർഷൻസ് ആണ് നിങ്ങൾ ക്രോസ് ചെയ്ത് വെക്കേണ്ടത്. തേർഡ് ചാപ്റ്റർ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ആ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഈ 2 ടോപ്പിക്സ് മാത്രമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. നാലാമതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ടോപ്പിക്കും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാ ടോപ്പിക്കും തന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അഞ്ചാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡോക്സ് റിയാക്ഷൻസ്. ഇതിനകത്ത് അപ്ലിക്കേഷൻസ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന അവസാനത്തെ ടോപ്പിക്കാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ലെസണിന് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ഹൈഡ്രജൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ, റിയാക്ഷൻ ആൻഡ് സ്ട്രക്ചർ ആൻഡ് യൂസ്, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ, റിയാക്ഷൻ ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് യൂസ് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇതും നമുക്കിനി പഠിക്കേണ്ടതില്ല ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട്. ഓർഗാനിക് കെമിസ്ട്രി ആണ് 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, അതിൽ മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിലീറ്റഡ് ആണ്. അപ്പൊ ഈ 7 ചാപ്റ്റേഴ്സ് ആണ് ടേം 1ന്റെ എൻഡിൽ, നവംബർ ഡിസംബറിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാം ഉണ്ടായിരിക്കുക. അതിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ ഇനി പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ്. MCQs ആയിരിക്കും. അത് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ടേം 2 6 ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 14 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. അപ്പോൾ 7 ചാപ്റ്റർ ഫസ്റ്റ് ടേമിൽ, അതിൽ കുറച്ച് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടേമിൽ 6 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ ചാപ്റ്റർ സെക്കൻഡ് ടേമിൽ വരുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിൽ കുറേയേറെ ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, കൈനറ്റിക് എനർജി ആൻഡ് മോളിക്കുലർ സ്പീഡ്, അതിന്റെ എലിമെന്ററി ഐഡിയ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ്, അതിന്റെ വേപ്പർ പ്രഷർ, വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ ഒക്കെ നമ്മൾ വിസ്കോസിറ്റി ഒക്കെ ഫിസിക്സിലും കൂടെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കെമിസ്ട്രിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ തെർമോഡൈനാമിക്സ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ക്രൈറ്റീരിയ ഫോർ ഈക്വിലിബ്രിയം. ഇത് ഡിലീറ്റഡ് പോർഷൻ ആണ് ഫ്രം കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഈക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് 3ാമത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റർ. അതിൽ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്സ്, ഹെൻഡേഴ്സൺ ഇക്വേഷൻ, ഈ 2 ടോപ്പിക്സും ഡിലീറ്റഡ് ആണ്. എസ് ബ്ലോക്ക് എലിമെന്റ്സ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ്. അതായത് ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം, calcium oxide and calcium carbonate and their industrial uses, biological importance of
മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഇത്രയും ടോപ്പിക്സ് നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ഇതിന്റെ എല്ലാം തന്നെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഇനി നമ്മൾ പഠിക്കേണ്ട. അതുപോലെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം പഠിക്കേണ്ടതില്ല. കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് ദെയർ ഇൻഡസ്ട്രിയൽ യൂസസ്, ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം, ഇത്രയും ടോപ്പിക്സ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അഞ്ചാമത്തെ ലെസൺ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സം പി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ബോറാക്സ്, ബോറിക് ആസിഡ്, ബോറോൺ ഹൈഡ്രൈഡ്സ്, ഇതിന്റെ എല്ലാം ആ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ഈ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമ്മൾ ഇനി ഈ വർഷം പഠിക്കേണ്ടതില്ല. അലൂമിനിയം റിയാക്ഷൻസ് വിത്ത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആൻഡ് ഇറ്റ്സ് യൂസസ്, ഇതും നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. കാർബണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് യൂസസ് ഓഫ് സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ്, അതായത് കാർബണിന്റെ ഓക്സൈഡ്സിന്റെ യൂസ് പഠിക്കേണ്ട. ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് സിലിക്കൺ ആൻഡ് എ ഫ്യൂ യൂസസ്. സിലിക്കൺ ടെട്രാക്ലോറൈഡിനെ കുറിച്ച്, സിലിക്കോൺസിനെ കുറിച്ച്, സിലിക്കേറ്റ്സ് ആൻഡ് സിയോലൈറ്റ്സ് ആൻഡ് ദെയർ യൂസസ്, ഇതൊന്നും സിലിക്കൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതൊന്നും പഠിക്കേണ്ടതില്ല. അതായത് സിലിക്കൺ ടെട്രാക്ലോറൈഡ്, സിലിക്കോൺസ്, സിലിക്കേറ്റ്സ്, സിയോലൈറ്റ്സ് ആൻഡ് അതിന്റെ യൂസസ്. കാർബണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഓക്സൈഡ്സ്, കാർബൺ ഓക്സൈഡ്സിനെ കുറിച്ചാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോറാക്സ്, ബോറിക് ആസിഡ്, ബോറോൺ ഹൈഡ്രോയിഡ്സ്, ഇതൊക്കെ പി ബ്ലോക്കിന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആറാമത്തെ ലെസൺ ഹൈഡ്രോ കാർബൺസ്, ഇതും ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ തന്നെയാണ്. അതിലെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഓഫ് ഹാലോജിനേഷൻ, കമ്പസ്റ്റൻ ആൻഡ് പൈറോളിസിസ്, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഹൈഡ്രോ കാർബൺസ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. ആ മൊത്തത്തിലുള്ള ചാപ്റ്റർ നിങ്ങൾ ഇനി പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ 70 മാർക്കിന്റെ തിയറി എക്സാം ആണ് പൊതുവെ നടത്താറുള്ളത് ആനുവലി. അതിന് പകരം ടേം 1ന്റെ 7 ചാപ്റ്ററിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള 35 മാർക്കിന്റെ ഒരു ടെസ്റ്റ് 90 മിനിറ്റ്സ് ആയിരിക്കും അതിന്റെ ഡ്യൂറേഷൻ. ഇനി സെക്കൻഡ് ടേമിൽ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് 35 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം ഇനി മാർച്ച് ഏപ്രിലാണ് ഈ എക്സാമിന് നമ്മൾ ഡേറ്റ് പറയുന്നത്. മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ ലോക്ക്ഡൌൺ ആണ്, സ്കൂളുകളിൽ എക്സാം നടത്താനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും 90 മിനിറ്റ്സിന്റെ 35 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് നടത്താൻ ചിലപ്പോൾ CBSE പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 13 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 13 ചാപ്റ്റേഴ്സിനും നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് 70 മാർക്ക് തിയറി. ഇനി 30 മാർക്കാണ് പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് ഉള്ളത്. പ്രാക്ടിക്കൽസിനും ടേം 1ന്റെയും ടേം 2ന്റെയും കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മാർക്കിന്റെ ആണ് ടേം 1ന്റെ എൻഡില് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ നടത്തേണ്ടത്. അതില് 8 മാർക്ക് വോള്യൂമെട്രിക് അനാലിസിസിനാണ്. ഇനി ഇത് ടേം 1ന്റെ ഇവാലുവേഷൻ ആണ്. വോള്യൂമെട്രിക് അനാലിസിസിന് 8 മാർക്ക്, കണ്ടന്റ് ബേസ്ഡ് എക്സ്പെരിമെന്റ്സിന് 2 മാർക്ക്, അതുപോലെ ക്ലാസ് പ്രാക്ടിക്കൽ റെക്കോർഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വൈവ, ഇത് നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനർ തന്നെയാണ് നടത്തുക, അതിന് 5 മാർക്ക്. അങ്ങനെ 15 മാർക്കിന്റെ ആണ് ടേം 1ന്റെ എൻഡിൽ നടത്തുന്ന പ്രാക്ടിക്കൽ ഇവാലുവേഷൻ. ഈ പ്രാക്ടിക്കൽ ഇവാലുവേഷനും നിങ്ങൾക്ക് സ്കൂളിൽ ആ സമയത്ത് ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പെൻ പേപ്പർ ടെസ്റ്റ് നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് ടേമിൽ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിക്കുലം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ട്. ഞാൻ എന്തായാലും ഈ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും ചെയ്യാം. ടേം 2ലും പ്രാക്ടിക്കൽ 15 മാർക്ക് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോൾട്ട് അനാലിസിസ് ആണ് ഇവിടെ 8 മാർക്ക്. ടേം 1ലാണ് വോള്യൂമെട്രി ചെയ്യുന്നത്. പിന്നെ 2 മാർക്കിന്റെ കണ്ടന്റ് ബേസ്ഡ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. പിന്നെ 5 മാർക്ക് പ്രോജക്ട് ആൻഡ് വൈവയാണ്. മറ്റോടത്ത് ഫസ്റ്റ് ടേമിലാണ് നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡ് അസസ് ചെയ്യുന്നത്, സെക്കൻഡ് ടേമിലാണ് പ്രോജക്ട്. ഫിസിക്സിൽ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്ട് ഇത്തവണ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കെമിസ്ട്രിയിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രോജക്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോജക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള വൈവയാണ് 5 മാർക്ക് ടേം 2ൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടേം 2ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോൾട്ട് അനാലിസിസിന്റെ അയോൺസ് ഇതൊക്കെയാണ്. അതുപോലെ കണ്ടന്റ് ബേസ്ഡ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. 2 മാർക്കിനാണ് കണ്ടന്റ് ബേസ്ഡ് എക്സ്പെരിമെന്റ്സ് വരുന്നത്. അപ്പൊ ഇതാണ് കെമിസ്ട്രിയുടെ ക്ലാസ് 11ന്റെ ഒരു അനാലിസിസ്. ഞാൻ കൂടുതലായിട്ടും ഡിലീറ്റഡ് പോർഷൻസ് പറയാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ പോർഷൻസ് എല്ലാം ഇനി ക്രോസ് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഭാഗം ഒഴികെ ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ടേം വൈസ് കരിക്കുലം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം കമന്റ് ആയിട്ട് തന്നെ എഴുതാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.